ഹലോ, വെൽക്കം ടു ജിനു വ്ളോഗ്സ്. ഞാനിന്ന് നമ്മുടെ തുടക്കം മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മൂവിയാണ്. അടിപൊളി ഫിലിം. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവർ തുടക്കം ആദ്യമായിട്ട് അഭിനയിക്കുവാണെന്ന് തോന്നില്ല. നായികയായാലും നായകനായാലും എല്ലാവരും അടിപൊളി. പിന്നെ എടുത്ത് പറയേണ്ടതില്ലല്ലോ, അറിയാമല്ലോ മോഹൻലാലിൻ്റെ മോളാണ്. പിന്നെ അതിൻ്റേതായ ഒരു മാസ് എൻട്രിയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ എൻട്രിക്കൊത്ത് അവരുടെ അഭിനയമാണ് എടുത്ത് പറയേണ്ടത്. പിന്നെ ഫൈറ്റൊക്കെ ആണെങ്കിലും വിസ്മയ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് നമുക്ക് പറയത്തേ ഇല്ലേ. പിന്നെ സ്റ്റോറി ആണെങ്കിലും നല്ലൊരു മെസ്സേജും ഉള്ള സ്റ്റോറിയാണ്. ശരിക്കും നല്ല നല്ല എന്താ പറയുക, ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നമുക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജാണ് ഈ ഫിലിമിലൂടെ മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ല ഒറിജിനാലിറ്റി ആയിട്ട് നമുക്ക് നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു തീം എടുക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അഭിനയിക്കുന്നവരെ വെച്ചെടുക്കാനായിട്ട് ഒരു പേടി ഉണ്ടാവും ഡയറക്ടേഴ്സിനെ സംബന്ധിച്ച്. പിന്നെ അത് അറിയാമല്ലോ, നമ്മുടെ മോഹൻലാലിൻ്റെ മോൾ, ലാലേട്ടൻ്റെ മോളൊക്കെ ആയതുകൊണ്ടാണ് അവരത് അത്രയും കോൺഫിഡൻറ്റോടുകൂടി ആ ക്യാരക്ടർ അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനോട് നായികയായാലും നായകനായാലും നല്ല 100% അതിനോട് ആ മെച്യൂരിറ്റി അവർ കാണിച്ചിട്ടുണ്ട്. നമുക്ക് പറയില്ല, ഇപ്പം നമ്മൾ വേറൊരാളാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഒരു പുതിയൊരാളെ വെച്ച് ചെയ്യുമ്പോൾ ശരിക്കും ഒരു പേടി ഉണ്ടാവും, ഫലിക്കുമോ ഏക്കുമോ എന്നുള്ളത്. ക്യാരക്ടർ വെച്ചൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു തീമും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പെർഫെക്റ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ അതായത് ഡയറക്ടർ ജൂഡ് ആൻ്റണിയുടെ സെലക്ഷൻ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഏറ്റെന്നിരിക്കില്ല. അതുകൊണ്ട് അത് നല്ല പെർഫെക്റ്റ് എല്ലാ വയസ്സും രണ്ടുപേരും ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നത്തേയില്ല. ശരിക്കും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പോലെയാണ്. അതായത് ഫിലിം നല്ല തകർത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇവരുടെ അഭിനയം തന്നെയാണ്. അവരുടെ അഭിനയത്തിൻ്റെ മികവുകൊണ്ട് തന്നെയാണ്. പിന്നെ കഥയുണ്ട്, സ്റ്റോറിയുണ്ട്, ഫിലിമിൽ സ്റ്റോറിയൊക്കെ ഉണ്ട്. എന്നാലും കൊള്ളാം, സൂപ്പർ ഫിലിം കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു പടമാണ്. എല്ലാവരും പോയി കാണണം, അടിപൊളിയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താ പറയുക, സ്റ്റോറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫ് വരെ പോകുന്നത് ഒരു നോർമൽ ഒരു സംഭവത്തെ തുടങ്ങിയിട്ടുള്ള അതായത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഫസ്റ്റ് ഹാഫ് വരെയായിട്ട് പോകുന്നത്. നോർമൽ, അതായത് ഇൻ്റർവെൽ വരെ നമ്മളെത്തുന്നത് ഒരു ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്വാഭാവികമായ സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ലാഗിങ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷമാണ് ഈ ഒരു ഫിലിമിൻ്റെ യഥാർത്ഥ ഒരു കാമ്പിലേക്ക് വരുന്നത്. അതിനുശേഷം ചെയ്തു വെച്ചിരിക്കുന്ന പെർഫോമൻസ്, അതായത് ഇൻ്റർവെൽ വരെ നമ്മൾ നോർമൽ പെർഫോമൻസ് എന്ന് പറയാം, നോർമൽ നമ്മൾ ചെയ്ത്, അതിനുശേഷം വരുന്ന പെർഫോമൻസ് ഒന്നിനൊന്നിന് നായകനാണെങ്കിലും ഒന്നിനൊന്നിനും മത്സരിച്ച് ഓരോ സീൻ ബൈ സീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സീൻ കാണുമ്പോൾ തോന്നും ഇത് ബെറ്റർ എന്ന്, നെക്സ്റ്റ് കാണുമ്പോൾ തോന്നും ഇതിൽ നല്ലതായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ടായി ചെയ്തിരിക്കുന്ന സ്റ്റോറിയിലൂടെ പോയിരിക്കുന്നത് സൂപ്പർ ഫിലിമാണ്. പിന്നെ ഫൈറ്റ് എടുത്ത് പറയേണ്ടതാണ്. ഇതിനകത്ത് ഫൈറ്റ് സീൻസ്, ലേഡി ഫൈറ്റ് ആണെങ്കിലും എല്ലാം നല്ല പക്ക. ശരിക്കും നമുക്ക് ശരിക്കും എന്താ പറയുക, മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള ഒരാളുടെ ഫൈറ്റായിട്ട് തന്നെ തോന്നുന്നത്. അതായത് വിസ്മയുടെ ഫൈറ്റിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും നമുക്കത് പഠിച്ച് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും തോന്നുന്നില്ല, പക്കയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പോയി കാണാൻ ശ്രമിക്കണം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. അടിപൊളി ഫിലിമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എടുക്കുന്നതിലൊരു നല്ല ഫിലിം, സൂപ്പർ ഫിലിമാണ്. സ്റ്റോറി എല്ലാം ഉണ്ട്. എല്ലാവരും പോയി കാണുക. ഈ പറഞ്ഞോണ റിവ്യൂസ് ഇതൊക്കെ കണ്ടിട്ട് കാണാതിരിക്കാൻ ഇപ്പോൾ എനിക്കറിയത്തില്ല ഇനി വേറെ എന്തൊക്കെയോ റിവ്യൂസോ കമൻസോ വരുന്നത് എന്താണെന്നുള്ളത്. എന്തായാലും ഞാൻ എൻ്റെ ഫ്രാങ്ക് ആയിട്ടുള്ള കമൻറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. ഫിലിം കൊള്ളാം, അടിപൊളിയാണ്, സൂപ്പർ ഫിലിമാണ്. അപ്പോൾ പോയി കാണാൻ നിങ്ങൾ മടിക്കണ്ട, പോയി കാണാം. പിന്നെ എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ വീണ്ടും പറയുന്നു, മസ്റ്റ് വാച്ചിങ് മൂവിയാണ്, എല്ലാവരും പോയി കാണണം. നല്ലൊരു കഥയുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് പെൺകുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാൻ നമുക്ക് പാരൻസിന് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജാണ്. അതിനുവേണ്ടി അവരെ ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. എല്ലാവരും പോയി കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.